ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കണത് റവ കൊടുന്ന് വെച്ചതുണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല രസമാണ് തിന്നാൻ. അപ്പോൾ ഒരു കപ്പ് റവയും അതേപോലെ തന്നെ ഒരു കോഴിമുട്ടി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് നല്ല രസത്തിലൊരു പലഹാരം ഉണ്ടാക്കി വെക്കാം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകണ ഒരു പലഹാരമാണിത്. ഉണ്ടാക്കാനും നമുക്ക് നല്ല എളുപ്പമാണ്, തിന്നാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുക നോക്കിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാതിരി ഒരു പാത്രം എടുത്തുക്കണ്. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കാണാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇപ്പം നമ്മളിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്ത് അവിടെ വെച്ചിക്കണു. ഇനി നമുക്ക് നമ്മളെ മിക്സിൻ്റെ കപ്പ് എടുത്ത് കാണ്ടേ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നല്ലൊരു ചൊയ്യും മണവും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ആ മിക്സിമ വെച്ച് കാണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് ആ മിക്സിമ വെച്ച് കാണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ നമ്മളൊരു മുട്ട എടുത്ത് കാണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്നാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടെങ്കിൽ അതന്നെ പാർന്ന് കൊടുക്കാൻ നോക്കുക കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ചൊയ്യണമല്ലോ, അപ്പോൾ അത് ഇതിൽ വേറിട്ട് ഇങ്ങനെ കുത്തുവേ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ അതിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിതൊന്നും കൂടി ആ മിക്സിമ വെച്ച് കാണ്ട് ഒന്നങ്ങോട്ട് അടിച്ച് കാണ്ട് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച ഈ റവ ഉണ്ടല്ലോ അതിക്ക് നമുക്കൊന്നാണ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി പാർന്ന് കൊടുത്ത് കാണ്ടത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ. നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് അങ്ങനെയെന്ന് വെച്ചാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് ആ ബെല്ലുമ്മലും കൂടി നിങ്ങൾ തൊട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന നല്ല നല്ല പലഹാരങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ജജാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ജജാലോ. പിന്നെ നിങ്ങൾ നമുക്ക് മറക്കാതെ ഒരു ലൈക്കും തരും കേട്ടോ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ മാവ് പറ്റ കുറുന്നനിയല്ല എന്നാൽ പറ്റ ലൂസായിട്ടുമല്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. അങ്ങനെ ഇപ്പം നമ്മളിത് നല്ലോണം ഒക്കെ പാടം കൂട്ടി ഇളക്കിയെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇമാതിരി ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെജ്ജൊക്കെ ഒന്ന് അങ്ങോട്ട് തടവി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളെ തിജി നല്ലോണം കൂട്ടി വെച്ച് കാണ്ട് വേണം പിന്നെ ഇതിലേക്ക് മാവ് പാർന്നു കൊടുക്കാൻ. അപ്പോൾ നമ്മളെ മാവേ മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് പാർന്നു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം ആകുമ്പോൾ അതിൽ കൊള്ളും ചെയ്യും, പാകമാണേനും. അപ്പോൾ തിജ് കുറച്ച് വെക്കാതെ ആദ്യം നല്ലോണം കൂട്ടി വെച്ച് കാണാൻ പറഞ്ഞാൽ മതി. പിന്നെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായതിന് ശേഷം തിജ് പിന്നെ ഒന്നങ്ങോട്ട് കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് മൂടി വെച്ച് കാണ്ടേ ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേന് നല്ലോണം വെന്ത് വരുവേ. പിന്നെ നമ്മളിത് അടി പിടിച്ചാതിരിക്കാൻ ഇത് നേരിട്ട് കാണ്ടല്ല കേട്ടോ വെച്ചിക്കണേ. ഒരു പഴയ പാത്രം അടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് കാണ്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കാണ്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിയുവേ. അപ്പോൾ അതിന് അടിയിലൊന്നും പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പഴയ പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കാണ്ട് അതിൻ്റെ മേലത് വെച്ച് കാണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കണത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് കരിയുന്ന പേടിച്ചാലില്ല. മറ്റത് പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വേഗം അങ്ങോട്ട് അടി പിടിച്ചും ചെയ്യും. അപ്പോൾ നമ്മൾ മാവ് കൊഴിച്ചു കൊടുക്കണ നേരത്ത് നല്ലോണം തിജ് കൂട്ടിച്ച് കാണ്ട് പിന്നെ നമുക്ക് കുറഞ്ഞ തിജിൽ പാകത്തെ തിജിലൊക്കെ വെച്ച് കാണ്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ തോനെ നേരം വെക്കും വേണ്ട, ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇത് വെന്ത് വരുന്നുണ്ട്. പിന്നെ ചില പാത്രത്തിൻ്റെ കട്ടിക്കനുസരിച്ചൊക്കെ നിൽക്കും കേട്ടോ. നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിലും അതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് നിൽക്കും ചെയ്യും. നമ്മൾ ഒഴിവാക്കിയ പഴയ പാത്രത്തിൻ്റെ അലുമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് അടി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ നമുക്ക് അടി പിടിച്ചൊരു പേടിച്ചണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മളിത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ കഴിക്കണേ. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറന്ന് നോക്കണ നേരത്ത് നിങ്ങൾക്ക് വെന്തുക്കണോ ഇല്ലേ എന്നൊക്കെ നോക്കുമ്പോൾ മേലെ വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കണുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വെന്തുക്കണമെന്നൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു പപ്പടക്കോലെടുത്ത് കാണ്ടോ വല്ലതൊക്കെ ഒന്ന് കുത്തി വയ്ക്കിയാലും മതി. അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നല്ലോണം മുസാറായിട്ട് വന്നിക്കണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തേക്ക് ലേശം നെജ്ജ് വെച്ച് കാണ്ടി അതിക്കിത് വെല്ലം ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നല്ലോണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. അപ്പോൾ ഇത് മറിച്ചിട്ടാലും തന്നെ തോനെ നേരം നിൽക്കണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ അത് നല്ലോണം ഉസാറായിട്ടും കിട്ടുവേ.
അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാട്ടണത്. വേഗം നമ്മൾ ആദ്യം വേവിച്ച കോലത്തിൽ വേവിച്ചുമ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടണമുണ്ട്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇത്ര പണിയുള്ളൂ. നല്ലൊരു അടിപൊളി പലഹാരം നമുക്കിവിടെ കിട്ടിയിരിക്കണ്. നല്ല മയത്തിലും നല്ല പഞ്ഞി പോലെയൊക്കെയാണ് നല്ലോണം പൊന്തി വന്നും ചെയ്തിക്കണ്. അപ്പോൾ റവ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റി നല്ലൊരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ കുട്ടികൾക്കൊന്നും ഉപ്പുമാവ് വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റവയൊക്കെ ഒന്ന് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി ഇങ്ങനെ. അപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമുക്കൊരു ലൈക്കും തരും. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളും കൊണ്ട് ഇനി നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.